Good morning, dear all. Last 2 weeks, we gathered at school and shared so many science ideas and concepts. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലാവരും ഒരുപാട് ശാസ്ത്രാശയങ്ങളൊക്കെ പങ്കുവച്ചു അല്ലേ? നമുക്കപ്പോ ഇന്ന് വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിനുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ് 7 ആണ് നമ്മുടേത്. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. യൂണിറ്റ് 7 ആകർഷിച്ചും വികർഷിച്ചും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തുടക്കത്തിൽ തന്നെ ഒരു മാജിക് കാണിക്കുന്നുണ്ട്. നീനുവും ബ്രദറും കൂടി. ആ മാജിക്കിന്റെ രഹസ്യം എന്തെന്നുള്ളതാണ് നമ്മളോട് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4 സെറ്റ് സാധനങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ എന്ത് വസ്തുക്കളാണ് ഈ വാതില് കാറ്റത്ത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടാവുക? ചിന്തിച്ച് കണ്ടെത്തി നോക്കിക്കേ. സെറ്റ് 1 വുഡൻ ബ്ലോക്ക് ആൻഡ് ഗം, മരക്കഷ്ണം, പശ. സെറ്റ് 2 കാന്തം, ഇരുമ്പ് കഷ്ണം, മാഗ്നറ്റ് ആൻഡ് അയൺ പീസ്. സെറ്റ് 3 2 കാന്തങ്ങൾ or 2 magnets. Set 4 bricks അഥവാ ഇഷ്ടിക. അപ്പോ ഇവിടെ ഉത്തരം ഉണ്ടോ ഈ പേജിൽ? നോക്കിക്കേ, ഉത്തരം കൂടി ഉണ്ടല്ലേ? വായിച്ചു അത്. വീണ്ടും നമ്മളോട് ഒരു പരീക്ഷണത്തിനുള്ള സന്ദർഭം ചെയ്ത് നോക്കാനായിട്ട് തരുന്നു. നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. പഴയ സ്പീക്കറിന്റെ പിന്നിൽ നിന്നോ പഴയ കളിപ്പാട്ടങ്ങളിൽ നിന്നോ ഒരു കാന്തം സംഘടിപ്പിക്കുക. അപ്പൊ കാന്തം ചെറുതോ വലുതോ എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവും. അത് നിങ്ങളൊന്ന് പതുക്കെ സംഘടിപ്പിക്കുക. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്നൊന്നെടുത്ത് മോശമാക്കി കളയരുത് കേട്ടോ. കാന്തം എടുക്കാൻ വേണ്ടി മോശമായി കിടക്കുന്നതിന്റെ അകത്തു നിന്ന് എടുക്കാൻ മാത്രമാണ് നമ്മൾ പറയുക. ഇനി എന്താ പറഞ്ഞിട്ടില്ലേ? ലിസ്റ്റിലുള്ളതുപോലെ കുറെ വസ്തുക്കൾ ശേഖരിക്കൂ. ഓരോന്നും കാന്തത്തിനരികിലേക്ക് കൊണ്ടുവരൂ. എന്നിട്ട് നിങ്ങൾ വെറുതെ കൊണ്ടുവന്നാൽ പോരാ, നിരീക്ഷണങ്ങൾ കുറിക്കുകയും വേണം. ഓക്കെ, അപ്പൊ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് വെർഷൻ ആൻഡ് മലയാളം വെർഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഞാൻ വായിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ യുടെൻസിൽ, screwdriver, steel spoon, blade, magnet, rubber, glass piece, plastic box, hinges, aluminum wire, copper wire, pen, knife, different coins, jump clip, safety pin, nail and pin. ഇത്രയും വസ്തുക്കൾ, മലയാളം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത്രയും വസ്തുക്കൾ എടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോന്നും കാന്തത്തിനരികിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ എന്താണോ നിരീക്ഷിച്ചത്, എന്താണോ കണ്ടത്, അത് നമ്മൾ കുറിക്കണം, എഴുതി വെക്കണം. സോ ലെറ്റ്സ് സീ ദിസ്. ഇങ്ങനെ വേണം അത് എഴുതാനായിട്ട്. ഇങ്ങനെ 2 ബോക്സ് ഇട്ട് ഇങ്ങനെ വസ്തുവിന്റെ പേര് ഇവിടെ കൊടുക്കുക. അതായത് നെയിം ഓഫ് ഒബ്ജക്റ്റ്, then
ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, കാന്തം ആകർഷിക്കുന്നവ. അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. ഇവിടെ കാന്തം ആകർഷിക്കാത്തവ. നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ്. നമ്മളത് നിരീക്ഷണം കഴിഞ്ഞാല് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇത്തരത്തിൽ ഒരു ടേബിൾ നമ്മൾ വരച്ച് അത് എഴുതുമ്പോ ഇംഗ്ലീഷ് ഹെഡിങ് കൊടുക്കണം കേട്ടോ. കൊടുത്ത് ഇങ്ങനെ 3 കോളംസ് ഇട്ട് ആ ടേബിള് നമ്മൾ പൂർത്തീകരിക്കണം. ഇന്ന് വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക, മാഗ്നറ്റ് ഉള്ളവര് മാത്രം. ടീച്ചർ ഇവിടെ കുറച്ച് കാര്യങ്ങള് ഷെയർ ചെയ്യുന്നു. നമ്മൾ നോക്കേണ്ടത് ഇതുപോലെയാണോ നിങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റ് എന്നാണ്. അപ്പൊ ടീച്ചർ ചെയ്ത് നോക്കിയപ്പോ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് ആണ് കിട്ടിയത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ആദ്യം, അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ഇൻ ദി ഫസ്റ്റ് കോളം, ആൻഡ് ഇൻ ദി നെക്സ്റ്റ് കോളം കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ, നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങളുടെ നിരീക്ഷണക്കുറിപ്പാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അതിനുശേഷം മാത്രം ടീച്ചറുടെ ഈ ടേബിളുമായിട്ട് ഒത്തു നോക്കിയാൽ മതിയാവും. അതിന്റെ ഇംഗ്ലീഷ് വെർഷനും കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഓരോ മീഡിയംകാര് ആവശ്യമുള്ള ടേബിൾ മാത്രം സെലക്ട് ചെയ്യുക. സി those attracted by magnets, those not attracted by magnets. Okay. നമ്മള് കാന്തം കൊണ്ട് ഏതൊക്കെ വസ്തുക്കളാണ് ആകർഷിക്കുന്നതെന്നും ആകർഷിക്കാത്തവ ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കും. നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താം. ഇത് മാഗ്നറ്റിലേക്ക് ആകർഷിച്ചു വരുന്ന വസ്തുക്കളാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അഥവാ കാന്തിക വസ്തുക്കൾ. ആകർഷിക്കാത്ത വസ്തുക്കളെ എന്ത് പറയാം നമുക്ക്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അഥവാ അകാന്തിക വസ്തുക്കൾ. നമ്മൾ ആ പരീക്ഷണം ചെയ്തു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കേണ്ട കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ് ഇതാണ്: ഇന്ന വസ്തുക്കൾ കാന്തിക വസ്തുക്കളാണ്, ഇന്ന വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾ. അതായത് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ or objects which are attracted by magnets are called magnetic substances, and those objects which are not attracted by magnets are called non-magnetic substances. So we should write these inferences at the end of our experiment. Okay. Now, see definition of magnetic substances and non-magnetic substances. നമ്മൾ അതിന്റെ ഡെഫിനീഷൻ അല്ലെങ്കിൽ നിർവചനത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് അതിന്റെ ടേംസ് മാത്രമാണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ഇവിടെ കാണാൻ പറ്റുന്നത് അതിന്റെ ഡെഫിനീഷൻ ആണ്. സി വാട്ട് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ വാട്ട് വി ഷുഡ് റൈറ്റ്: സബ്സ്റ്റൻസസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Then another question: what are called non-magnetic substances? Then how can we write? Those substances not attracted by magnet are called non-magnetic substances. Okay, so we should define these two terms. Clear? Now next slide we have to discuss about the substances which we are
using in making the magnetic substances. നോക്കൂ, കാന്തിക വസ്തുക്കൾ ഏതെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്? അതാണ് നമ്മൾ ഈ ടേബിളിലൂടെ ഡിസ്കഷൻ നടത്തുക. സീ ദിസ്. ഇവിടെ മലയാളമാണ്, ഇംഗ്ലീഷ് ടീച്ചർ പറയാം. മലയാളത്തിൽ കാന്തിക വസ്തു, ഇംഗ്ലീഷിൽ എന്ത് പറയാം നമുക്ക്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ഈ ടേബിളിന്റെ ഹെഡിങ് ഇവിടെ മലയാളമാണ് കൊടുത്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. ഓർ നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ safety pin. Safety pin, what materials are used? Steel or nickel we can use to make the safety pin. Then next, മുട്ടുസൂചി. എന്തുപയോഗിച്ച് നമുക്കൊരു മുട്ടുസൂചി പിൻ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം? See, wood is using steel. Next, നമ്മളോട് ആണി. ആണി നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. എവിടെയെങ്കിലും ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളോട് എന്ത് പറയും? സൂക്ഷിച്ച് നടക്കണം, അവിടെ ആണിയുണ്ട് ആണിയുണ്ടെന്ന് പറയും അല്ലേ. ആണിക്ക് നമ്മൾ നെയിൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. അപ്പൊ നെയിൽ എന്ന് പറയുമ്പോൾ നഖം എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. നെയിൽ എന്ന് പറയുന്ന ആണിയാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് അഥവാ ഉരുക്ക് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ രണ്ട് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ആണി എന്ന് പറയുന്ന കാന്തിക വസ്തു നിർമ്മിക്കാനായിട്ട് ഇരുമ്പ് അഥവാ ഉരുക്ക് അവയൊക്കെ ഉപയോഗിക്കാം. ഇനി വീണ്ടും കത്തി. കത്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കാണുന്ന ഒരു സാധനമാണ് അല്ലേ. കിച്ചണിൽ പോയാൽ കാണാം അല്ലേ. നൈഫ്, അതെങ്ങനെയാണ്, എന്തെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇരുമ്പ്, ഉരുക്ക് അവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കത്തി നിർമ്മിക്കാം. ഇനി അപ്പോ കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് തയ്യാറാക്കാം. ഇനി നമുക്ക് കാണാനുള്ളത്, പഠിക്കാനുള്ളത്, കൃത്രിമ കാന്തങ്ങൾ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുക? നോക്കൂ, ഇരുമ്പ്, ഉരുക്ക്, മറ്റ് കൂട്ടുലോഹങ്ങൾ. അതിന്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ അലോയ്സ് എന്ന് പറയും. നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ അലോയ്സ് എന്താന്ന് വളരെ ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഈ അലോയ് എന്ന് പറയുന്ന വേർഡ് അതൊക്കെ നമ്മുടെ സയൻസ് ഡിക്ഷണറിയിലേക്ക് കൊടുക്കണം കേട്ടോ. അലോയ് എന്താന്ന് ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് തുറന്നൊന്ന് വായിച്ച് മനസ്സിലാക്കിയാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രോങ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മുടെ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന മാഗ്നറ്റ്സ് ആയിരിക്കും. ഓക്കെ, നേച്ചറിൽ കാണുന്ന മാഗ്നറ്റിന് ഒരല്പം പവർ ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ് കൂടുതലായിട്ട് തയ്യാറാക്കി പല കാര്യങ്ങൾക്കും പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വ്യക്തി അറിയോ? ശുശ്രുതൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം, നിങ്ങൾ കുറച്ചു പേരെങ്കിലും ക്വിസൊക്കെ റെഡി ആവുന്നവർക്ക് അറിയാൻ പറ്റും, ക്രിസ്തുവിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ്, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ശുശ്രുതൻ കാന്തം ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രയോജനവും ഒക്കെ ഈ മഹത് വ്യക്തിക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. അത്ര അറിവുള്ളവരൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ശുശ്രുതനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങള് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി മനസ്സിലാക്കുക. നമുക്കിനി പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നതാണ് ബാർ മാഗ്നറ്റ് അഥവാ കാന്തദണ്ഡ്. ഇങ്ങനെ ഇരിക്കും.
ഇവിടെ ഒരു N എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു S എന്ന് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ? അത് നമുക്ക് കാണാം കേട്ടോ, മനസ്സിൽ ഇരുന്നോട്ടെ. അതെന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് N, ഒരു സ്ഥലത്ത് S. കുറച്ചു പേർക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറച്ചെങ്കിലും. എന്താണ് അതെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. കാന്തത്തിന്റെ രണ്ട് അറ്റത്താണ്, മാഗ്നറ്റിന്റെ രണ്ട് എഡ്ജസിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. നമുക്കിപ്പോ ഈ ഒരു സ്ലൈഡിൽ കൂടെ വിവിധ തരം മാഗ്നറ്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഈ ഷേപ്പ് പോലെ തന്നെ യു മാഗ്നറ്റ് കണ്ടോ, യു ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഇനി നോക്കൂ, ഇത്തരം മാഗ്നറ്റ്സ് നോക്കിക്കേതാ, റിംഗ് മാഗ്നറ്റ്, റിംഗ് പോലെ. ദെൻ സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, അതൊരു സിലിണ്ടർ പോലെ ഇരിക്കുന്നു. ദെൻ അനദർ വൺ ഡിസ്ക് മാഗ്നറ്റ്. അപ്പോൾ ഷേപ്പ് അനുസരിച്ച് മാഗ്നറ്റ്സുകളെ ഡിഫറെന്റ് നെയിംസിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നോക്കൂ, ബോൾ എൻഡഡ് മാഗ്നറ്റ്. നെക്സ്റ്റ് ഇവിടെ രണ്ട് ആർക്ക് മാഗ്നറ്റ്, ദെൻ ചാപകാന്തം. നിങ്ങള് സർക്കിളൊക്കെ മാത്സിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെന്താണ് ഈ ആർക്ക് എന്നുള്ളതും ചാപം എന്ന് പറയുന്ന വാക്കുകൾ എന്താന്ന് സർക്കിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ ഷേപ്പില് ഒരു വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ മാത്രമായിട്ടുള്ള ഷേപ്പില് കാണപ്പെടുന്ന മാഗ്നറ്റ് ആണ് ആർക്ക് മാഗ്നറ്റ് അഥവാ ചാപകാന്തം. ഇത് നോക്കിയേ, നമ്മള് ഇവിടെ നേരത്തെ നമ്മൾ കുറച്ച് പഠിച്ചു അല്ലെ, പ്രകൃതിദത്ത കാന്തങ്ങൾക്ക് കാന്തശക്തി കുറവായത് കൊണ്ട് നമ്മൾ കൂടുതലായും കൃത്രിമ കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. സി, നേരത്തെ ഒരു വേർഡ് ടീച്ചർ പറഞ്ഞു, ഓർത്ത് പറയാമോ എന്താന്ന്? ആ വേർഡ് എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഈ വേർഡ് ടീച്ചർ പറഞ്ഞൂല്ലേ, അലോയ് എന്ന് പറഞ്ഞൂല്ലേ. അതിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി കുറച്ചു കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അഥവാ മെറ്റൽ, ഡിഫറെന്റ് മെറ്റൽസിന്റെ സംയോജനം, സങ്കരങ്ങൾ, അവയെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അലോയ് ഉണ്ടാക്കുന്നത്. ആ അലോയ് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ അഥവാ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നോക്കൂ, എന്താണ് ലോഹസങ്കരങ്ങൾ അഥവാ അലോയ്? ഒന്നിലേറെ ലോഹങ്ങൾ അഥവാ മെറ്റൽസ് കൂട്ടിച്ചേർത്തോ, ലോഹങ്ങളോടൊപ്പം കാർബൺ പോലുള്ള അലോഹങ്ങൾ കൂട്ടിച്ചേർത്തോ. അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോ മെറ്റൽസ് ആവാം, നോൺ മെറ്റൽസ് ആവാം, ലോഹമാവാം, അലോഹമാവാം. അങ്ങനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ലോഹസങ്കരം ആണ് ഈ അലോയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബുക്കിൽ കുറച്ചൊക്കെ അവൈലബിൾ ആണ്. ഇനി വീണ്ടും അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വീണ്ടും ഈ പറയുന്നവണ്ണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലോയ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും കുറച്ച് അലോയ്സ് നമുക്കിതാ അടുത്ത സ്ലൈഡിൽ കണ്ടു നോക്കാം. നോക്കൂ, മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും മലയാളം കിട്ടിയാൽ ഇംഗ്ലീഷ് എഴുതാൻ എളുപ്പമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും അത് അവൈലബിൾ ആണ്. നോക്കൂ, ലോഹസങ്കരം അഥവാ അലോയ്. ദെൻ ഘടകങ്ങൾ, കോമ്പണന്റ്സ്. ഇവിടെ ഉരുക്ക് അഥവാ സ്റ്റീൽ എന്ന് പറയുന്നതില്, ഉരുക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അതിലുള്ള കോമ്പണന്റ്സ് ആണ് അയൺ ആൻഡ് കാർബൺ. അപ്പോൾ ഇവിടെ ഒരു മെറ്റലും കാർബൺ എന്ന് പറയുന്ന നോൺ മെറ്റലുമാണ്. അവ തമ്മിലാണ് കൂടിച്ചേരുന്നത്. അങ്ങനെയാണ് സ്റ്റീൽ നിർമ്മിക്കുന്നത്. ഇനി പിച്ചള അഥവാ ബ്രാസ്, അത് നമ്മള് കണ്ടിട്ടുണ്ടാവും അല്ലേ? പിച്ചള അഥവാ ബ്രാസ് വെച്ചിട്ടുള്ള നിലവിളക്കുകള്, ഡിഫറെന്റ് കൊച്ചു കൊച്ചു ഭംഗിയുള്ള പാത്രങ്ങള് ഒക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ ആൻഡ് സിങ്ക്.
ഈ രണ്ട് കോമ്പണൻസ് ഉപയോഗിച്ചിട്ടാണ് ബ്രാസ് നിർമ്മിച്ചത്. ഇതെന്താ എഴുതിയിരിക്കുന്നത് ടീച്ചർ വായിക്കാം. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ആ വേർഡ് നോക്കണം കേട്ടോ. അൽനിക്കോ. നോക്കൂ, അലൂമിനിയത്തിലെ അൽ, ദെൻ നിക്കലിലെ നീ, കൊബാൾട്ടിലെ കോ. ഈ 3. പിന്നെ നമുക്കവിടെ ഇരുമ്പ് കൂടി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അൽനിക്കോ എന്ന് പറയുന്ന അലോയ് ഉണ്ടായിട്ടുള്ളത്. അലോയ് ഉപയോഗിച്ച്, അൽനിക്കോ എന്ന് പറയുന്ന അലോയ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമ്മൾ നിർമ്മിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വന്നാൽ മനസ്സിലാക്കാനുള്ള കാര്യമാണ് യൂസസ് ഓഫ് മാഗ്നറ്റ്സ്. എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് മാഗ്നറ്റ്സ് യൂസ് ചെയ്യാം. ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ വീണ്ടും N എന്നുണ്ട്, S എന്നുണ്ട്. ഈ എസിന് ചുറ്റും പ്രത്യേക രീതിയിലെ ഒരു ഗ്രാഫിക്സ് കാണാം. എന്നിന് ചുറ്റും ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്രാഫിക്സ് കാണുന്നുണ്ട്. ഇവിടെ ഒരു യു ഷേപ്ഡ് മാഗ്നറ്റിന്റെ 2 ഈ എഡ്ജസിലും കുറച്ച് ബോൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ എങ്ങും അത് കാണുന്നുമില്ല. ഈ 2 എഡ്ജസിലാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിൽ വല്ലതൊക്കെ വരുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2 ചിത്രങ്ങളും കാണുമ്പോൾ എനിവേ അത് നിങ്ങളുടെ മനസ്സിൽ അവിടെ കിടക്കട്ടെ. അതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് യൂസസ് ഓഫ് മാഗ്നറ്റ്സ് എന്താന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പീക്കർ, ഹെഡ്സെറ്റ്, മൊബൈൽ ഫോൺ, റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, കളിപ്പാട്ടങ്ങൾ, സ്കാനിങ് എന്നിങ്ങനെ നിരവധിയായ ഉപയോഗങ്ങൾ കാന്തത്തിനുണ്ട്. അപ്പോ മാഗ്നറ്റ്സിന്റെ യൂസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് മാഗ്നറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇൻസൈഡ് സ്പീക്കർ, then in headset, in mobile phone, in radio, in television, computer, toys, and in the case of medical scanning and toys and other type of scanning, we are using this magnet. Okay. Another matter, important concept, we have to know that magnets differ in their shape and size according to their use. ഉപയോഗത്തിനനുസരിച്ച് കാന്തങ്ങളുടെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ യൂസിനനുസരിച്ചിട്ടാണ് ഈ കാന്തത്തിന്റെ വലിപ്പം, സൈസ് തീരുമാനിക്കുന്നത്. ദെൻ ഷേപ്പ് ഓൾസോ. നമ്മൾ ഡിഫറെന്റ് ഷേപ്സ് കണ്ടു. യു ഷേപ്ഡ് ഉണ്ട്, ബാർ ഷേപ്ഡ് ഉണ്ട്, ദെൻ ഡിസ്ക് ഷേപ്ഡ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്സ് ഉണ്ട്. അപ്പൊ യൂസ് എന്താണോ അതിനനുസരിച്ചിട്ട് മാഗ്നറ്റിന്റെ ഷേപ്പ് ആൻഡ് സൈസ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ ബേസിക് ഐഡിയാസ് ഓഫ് മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഓർത്തു നോക്കുക. ആദ്യം നമ്മൾ ഒരു മാജിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഒരു പരീക്ഷണം ചെയ്യാനുള്ള അവസരം തന്നു. പരീക്ഷണത്തിന്റെ ഇൻഫറൻസ് വന്നപ്പോഴാണ് മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിലേക്ക് വന്നു. ദെൻ അത് കഴിഞ്ഞ് ആ ടേംസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡിഫറെന്റ് മാഗ്നറ്റ്സിനെ പരിചയപ്പെട്ടു. മാഗ്നറ്റ്സിന്റെ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് മാഗ്നറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അതുകൂടാതെ മാഗ്നറ്റ്സ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസ് നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ എന്തെല്ലാമാണെന്നുള്ളതും കൂടി ചർച്ച ചെയ്തു. ഓക്കെ, താങ്ക് യു ഓൾ.